ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ദുഷ്ടാണ് ഗൈസ്. ഇന്നും ഇന്നും ഞാൻ കോളേജിൽ ഞാൻ ഉടനെ സ്ഥലം മാറ്റുന്നതായിരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് വേറെ കണ്ടന്റ് ഒന്നുമില്ല. സാധാരണ അല്ലാത്ത ബ്ലോഗൊന്നും എടുക്കാത്ത ദിവസമാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കണ്ടന്റാണ്. ഉള്ള ശല്യങ്ങളാണ് ഇല്ല എന്ന് വെച്ചാൽ ബ്ലോഗ് എടുക്കാത്ത ദിവസം എനിക്ക് കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കാന്ന്. എനിക്ക് അത്ര വലിയ ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ല. പിന്നെ സൂര്യ, ചന്ദ്ര, ഭവാനി എന്റെ കോളേജ് ഫ്രണ്ട്സ് ആണ്. എന്റെ കോളേജിൽ നിത്യശേഖർ, ശ്രീലക്ഷ്മി, പിന്നെ ചന്ദന സീസൺ എനിക്ക് പരിചയമുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വ്ലോഗ് വീണ്ടും വ്ലോഗ് എടുത്തത് ചന്ദന സീസാണ്. അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് നിത്യശേഖരന്റെ അടുത്താണ്. എന്നെ ഫസ്റ്റ് കണ്ടപ്പോ നിന്റെ ഫസ്റ്റ് കണ്ടപ്പോ നിന്റെ അഭിപ്രായം എന്താണ്? അവളെ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ മുഖം കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ബ്ലറായിരിക്കും ഗൈസ്. ഒരു 118K ആകുമ്പോഴത്തേക്ക് ഞാൻ മുഖം കാണിക്കും. 18 അപ്പൊ ഞാൻ യാണ്ടിലൊന്നും കാണിക്കില്ല. നിത്യശേഖരൻ എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ഒരു രൂപം ഞാൻ മനസ്സിലൊരു ഇത് വരാൻ വേണ്ടി കാണിച്ചു തരാം. കട്ടപ്പുരിക, നീണ്ട മൂക്ക്, പല്ലിച്ചുണ്ട്, പിന്നെ ഇത്രയും വലിയ മോന്ത, മുഖം. ഇതെന്റെ അമ്മ എന്റെ വ്ലോഗ് കാണുന്നതാണ്. അമ്മ എന്റെ സംസാര സ്പഷ്ടി എന്തിനാണ് പറയുന്നത്? സംസാര സ്ഫുടത ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ എന്തൊക്കെയോ പരിചയമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഭയങ്കര അച്ചടി ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ നിത്യശേഖരന്റെ കൈ കാണിച്ചു തരാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ ചോക്കിയാണ്. ഓക്കെ ഗൈസ്, പറ എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം? നമ്മുടെ കലയിലെത്ത് പറയൂ. തലയിലെത്തല്ല, നമ്മുടെ കലാലയത്തിൽ ഞാനും തലയിലെത്തുന്ന ആദ്യമായിട്ട് പഠിക്കാവുന്ന കുട്ടിയായിരുന്നു. അന്ന് എനിക്ക് കണ്ടപ്പം നമ്മളതിനുണ്ട്. കാരണം ഞാനും നിത്യശേഖറും 8ാം ക്ലാസ്. അതെനിക്ക് പറയാനുണ്ട് ഗൈസിന്റെ മുഖം കാണിക്കുന്നത്. ഈ കട്ട് ചെയ്യും 8 കാണോ? 8 അതെനിക്ക് പറയാനുണ്ട് ഗൈസ്. ഈ പെണ്ണ് നമ്മള് ഇതേപോലെ എച്ചിയായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ മിണ്ടത്തോലും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു +1 +2. ഇപ്പം എന്റെ കോളേജ് ഫ്രണ്ട്സും ഞങ്ങളും +1 +2 ഒരുമിച്ച് പഠിച്ച. നമ്മള് മിണ്ടിയിട്ട് പോലും ഇല്ലായിരുന്നു. എല്ലാം ഗൗരികൃഷ്ണൻ എല്ലിന് എന്നെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നീ കുറച്ചു മുമ്പ് പറഞ്ഞു എന്നെ പറ്റി എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. നീ മാറിയില്ല പറയാ. അല്ല, ഫസ്റ്റ് എന്നെ കണ്ടപ്പോ എനിക്ക് എന്താണ് തോന്നിയത്? അഹങ്കാരി, കുറെ മേക്കപ്പ് ഇടുവോ ഒരു കൊച്ചി. ഗൈസ്, ഞാനിത് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ കണ്ണിന്റെ മണ്ടയിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. കണ്ണിന്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ബ്ലഷ് ആണ് ഗൈസ്. ഇതൊക്കെ നാച്ചുറൽ. എന്റെ അമ്മ സത്യം, മാളസാണ് സത്യം. ഞാൻ ബ്ലഷ് ഇടാറില്ല, ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല. പൗഡർ പോലും പൗഡർ ഇടാറില്ല. ഞാൻ ഇടും ഗൈസ്, ഇടും. ക്ലാസ്സിലിരുന്ന് മറ്റേ സാധനം ഫൗണ്ടേഷൻ മാറി പോത്തുന്ന നമ്മൾ എപ്പോഴും കാണും. ഇല്ല ഗൈസ്, ഫൗണ്ടേഷൻ ഒന്നും ഇടത്തില്ല. എന്നാലും അവള് കുട്ടിക്കൂറയുടെ പടുവർ ഇടും ഗൈസ്. കമ്മൽ കണ്ടില്ലേ നിങ്ങൾ? കമ്മൽ മഴത്തുള്ളി, വലിയ മഴത്തുള്ളി. ഇത് മേടിക്കാൻ പോകുന്നത് ഇവരെന്നെ കൊറേ ഡീമോട്ടിവേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാ കാര്യത്തിലും എടുക്കാൻ പറഞ്ഞത് സപ്പോർട്ട്. എന്നെ ഗൗരികൃഷ്ണൻ പറഞ്ഞു ഇത് എടുത്തോളാം. എടുത്ത് കഴിഞ്ഞിട്ട് നല്ല കുട്ടിയാട്ടം. കുട്ടിയാണ് കേട്ടോ. നല്ല അടിച്ചു. ഇവർക്ക് എന്നെ പറ്റി ഒരു അഭിപ്രായം. ആദ്യം വന്നപ്പോഴത്തേക്ക് വിചാരിച്ച് പാവമാണെന്ന്, ഇത്രയും കൂതറാണെന്ന് അറിഞ്ഞില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വലിയ പാവൊന്നുമല്ല. നമുക്ക് ഇരിക്കാൻ ബെഞ്ച് പോലും തരത്തില്ലായിരുന്നു. അത് +2 നമ്മള് ബെഞ്ച് അവക്ക് ഇരിക്കാൻ മുമ്പിലൊരു ബെഞ്ചിൽ കാല് വെക്കാൻ ബെഞ്ച് വേണം, ബാക്കിലുള്ള കൈ വെക്കാൻ ബെഞ്ച് വേണം. അത്ര ക്രൂര. എന്റെ ക്ലാസ്സിലോട്ട് പോകാൻ കാരണം ബെല്ലടിച്ചു. 10 പീരീഡ് കോഴ്സാണ്. അപ്പം ആദ്യ പീരീഡ് തന്നെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഉള്ളിൽ പോയി കിടക്കണം. സെക്കൻഡ് ലാസ്റ്റ് പീരീഡ്
ഇപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ കോളേജിന്റെ ഒരു ചെറിയ 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 ഒരു ടൂർ കാണിച്ചു തരാം അല്ലേ? നമ്മള് നീ ഫ്രണ്ടിൽ കൂടെ പോ. ഞാൻ പറയുന്നത് നല്ല വെട്ടം. ഭയങ്കര മേക്കപ്പ് ഇടുന്നു ഇവിടെ. ക്ലാസ്സിലോട്ട് പോവാണ്. ഇതാണ് കോളേജിന്റെ ഇതാണ് കോളേജിന്റെ അഹംഭാവം അല്ലേ? ഇത് കോളേജിന്റെ അഹംഭാവം. അത് സബ്സ്ക്രൈബേഴ്സിന് അറിഞ്ഞൂടാ അതാരാണ് കണ്ട. അത് ആരും ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ മുമ്പ് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലേ? ഇവിടെ അതിനായിട്ട് കഴിഞ്ഞ ബ്ലോഗിൽ ഉറക്കം പറയുന്നത് അടിപൊളിയായിട്ട് കേൾക്കാം. ഹലോ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും തള്ളലിട്ട് നിങ്ങൾ ക്ഷീണിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ക്ഷീണിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ വലുതായിട്ടല്ല, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തോ വ്ലോഗ് തുടങ്ങിയല്ല, യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ നിന്ന് കണ്ടൻറ്റൊക്കെ പോയി. എന്തായാലും ഞാൻ ഇനിയും വീഡിയോ ഇടും. നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടതിന് താങ്ക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.